പൊതുവെ ആൾക്കാർ പറയാറ് നമുക്ക് മടി കാരണമാണ് ഈ ഉറക്കം വരണേന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, എനർജി സേവിംഗ് മോഡിലോട്ട് പോകാം. ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കിടന്നാലോ? വാട്സപ്പിൽ എന്തെങ്കിലും ലിങ്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ടച്ച് ചെയ്ത് യൂട്യൂബ് ആയി, ഷോർട്സ് ആയി, ലോങ് വീഡിയോ ആയി, ഇൻസ്റ്റാഗ്രാം റീൽസ് ആയി, സ്റ്റോറീസ് ആയി, പിന്നെ 5 മിനിറ്റ് ഫോൺ നോക്കാന്ന് വിചാരിച്ച നേരത്ത് 3-4 മണിക്കൂറുകൾ കഴിഞ്ഞു പോയത് പോലും നമ്മൾ അറിയാറില്ല. ഈ മൊബൈലിലെ ബ്ലൂ ലൈറ്റ് ഒരു സ്ലീപ്പ് കില്ലർ ആണ്. ഈ മൊബൈലിന്റെ യൂസേജ് മാത്രമാണോ ഉറക്കം വരാതിരിക്കാനുള്ള കാരണം? അല്ല. ഞാനിവിടെ വെറുതെ ഇരിക്കുന്നു. നിങ്ങൾ ഈ ലൈറ്റും ഈ ക്യാമറയൊക്കെ സെറ്റ് ചെയ്യണ നേരത്തെ ഞാനിവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉറക്കം വന്നു. നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? സ്കൂളിലോ കോളേജിലോ ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഉറക്കം വരാറുണ്ട്. നേരെ മറിച്ച് നമ്മൾ ഉറങ്ങാൻ വേണ്ടി ബെഡിൽ വന്ന് കിടന്നാലോ ഈ ഉറക്കം വരികയില്ല. അങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ കമന്റ് ചെയ്യണം. നമ്മള് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സ്കൂളിലാവട്ടെ കോളേജിലാവട്ടെ ചിലപ്പോൾ 1 മണിക്കൂറോ 45 മിനിറ്റോ ഒക്കെ ഉണ്ടാവും ഒരു ക്ലാസ്. ആ സമയത്ത് ടീച്ചർ ഇങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കാണെങ്കിൽ ഭയങ്കര ബോറടിയാ. കൂടിപ്പോയി ഒരു 10 മിനിറ്റ് നമ്മൾ ശ്രദ്ധിക്കും, അതിൽ കൂടുതൽ നമ്മുടെ ശ്രദ്ധ നിൽക്കില്ല. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് വരും? ഉറക്കം വരും. അത് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ് അല്ലെ? നേരെ മറിച്ച് അതിന്റെ ഇടയിൽ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊണ്ടുവരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികം ഉറക്കം വരാറില്ല. ഇനിയിപ്പോ നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാന്ന് വിചാരിക്കാം. നമ്മളൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മീറ്റിംഗ് എത്ര ഇമ്പോർട്ടന്റ് ഉള്ളതാണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് പാർട്ടിസിപ്പേഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ല നൈസ് ആയിട്ടുള്ള ഉറക്കം വരും. നേരെ മറിച്ച് നമ്മളാണ് മീറ്റിംഗ് പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഉറങ്ങാറില്ല. ഇനിയിപ്പോ ബസ്സിൽ യാത്ര ചെയ്യാന്ന് വിചാരിക്കുക. നമ്മള് നമ്മുടെ അടുത്തിരിക്കുന്നവരോട് പറയും ചിലപ്പോ എന്നെ ഇന്ന സ്റ്റോപ്പ് എത്തുമ്പോൾ ഒന്ന് വിളിക്കണേ എന്നുള്ളത്. കാരണം നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോവും, അത് ഉറപ്പാണ്. ഇനി ഇതൊക്കെ വിട്ടോ, നമുക്കൊന്ന് ഉറങ്ങാന്ന് വിചാരിച്ചിട്ട് ബെഡിൽ വന്ന് കിടന്നു നോക്കൂ. നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ പറയും വേണ്ട, ഒരു റീല് കാണാന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ കിടന്നിട്ടുണ്ടാവാം. ഒരു റീല് 1 മണിക്കൂറും 2 മണിക്കൂറും 3 മണിക്കൂറായാലും നമുക്ക് ഉറക്കമേ വരില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പൊതുവെ ആൾക്കാർ പറയാറ് നമുക്ക് മടി കാരണമാണ് ഈ ഉറക്കം വരണേന്നാണ്. അതായത് ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും മീറ്റിംഗിന് ഇരിക്കുകയാണെങ്കിലും നമുക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല, നല്ല മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഉറക്കം വരും. ഇനിയിപ്പോ നമ്മുടെ ലൈഫ് ഒട്ടും ഡിസിപ്ലിൻഡ് അല്ലാന്ന് വിചാരിക്കുക. തോന്നിയ സമയത്ത് ഉറങ്ങുന്നു, തോന്നിയ സമയത്ത് എഴുന്നേൽക്കുന്നു, അങ്ങനെ ഭയങ്കര കുത്തഴിഞ്ഞ ജീവിതമാണെങ്കിലും നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിലും നമുക്ക് ചിലപ്പോൾ ഉറക്കം വരും. ഇനിയിപ്പോ എന്താ പറയാ, നമ്മൾ ഒട്ടും നമ്മുടെ ലൈഫിൽ സീരിയസ് അല്ലാന്നിരിക്കട്ടെ, അതായത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിച്ച് നല്ലൊരു ജോലി നേടണം എന്നൊരു സീരിയസ്നെസ് നമുക്കില്ല. അപ്പൊ ക്ലാസ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കില്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉറക്കം വരും. അതുപോലെ തന്നെ ജോലി ചെയ്ത് നല്ലൊരു പൊസിഷനിലേക്ക് എത്തണം, നമുക്ക് കുറച്ചും കൂടി ഹൈക്ക് കിട്ടണം സാലറിയിൽ, അപ്പം നമ്മൾ ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്ന തോട്ടൊന്നും നമുക്കില്ലെങ്കിലും നമുക്ക് എന്ത് വരും? ഉറക്കം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഉറക്കത്തിനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് എല്ലാവരും പറയാറ് ഒരു ചായയോ കാപ്പിയോ ഒക്കെ കുടിച്ചാൽ മതി എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും സ്റ്റിമുലേഷൻസ് ആണ് ഇഷ്ടപ്പെടുന്നത്. നമ്മളിപ്പോ ഒരു ഓഫീസിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തോ ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ടീച്ചറുടെ ക്ലാസ് കേൾക്കുന്ന സമയത്തോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. നമ്മളൊരു സെയിം പോസ്റ്ററിൽ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് ഒരേ പൊസിഷനിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ബ്രെയിൻ വിചാരിക്കുകയാണ് എനിക്ക് ഈ സമയത്ത് എക്സൈറ്റിംഗ് ആയിട്ട് ഒന്നും തന്നെ ചെയ്യാനില്ല, അപ്പൊ ഒരു കാര്യം ചെയ്യാം, എനർജി സേവിംഗ് മോഡിലോട്ട് പോകാം. ഇങ്ങനെയുള്ള തോട്ട് ബ്രെയിനിൽ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഉറക്കം വരുന്നത്. നമ്മുടെ ഓഫീസിൽ ഇപ്പോൾ ഇയർലി റിപ്പോർട്ട് പ്രസന്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. വേറെ ആളാണ് പ്രസന്റ് ചെയ്യുന്നത്, എന്നാൽ നമുക്ക് ഫുൾ ടൈം അറ്റൻഡൻസ് അവിടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മൾ ചുമ്മാ കയറിയിരിക്കുന്നു, നല്ല റിലാക്സ് ചെയ്ത് ചെയറിൽ ഷോൾഡർ ഒക്കെ താഴ്ത്തി ഭയങ്കര കൂളായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്ത് ഇതിങ്ങനെ കേട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഉറക്കം വരും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് നല്ലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നല്ല അടിപൊളി സോഫ സെറ്റിൽ മൊബൈൽ ഒന്നും നോക്കാതെ ചുമ്മാ റിലാക്സ് ചെയ്തിരുന്ന് നോക്കൂ, അപ്പോഴും നമുക്ക് ഉറക്കം വരും. കാരണം ഈ സമയത്തൊക്കെ നമ്മുടെ ബ്രെയിന് ഒരു റിലാക്സിങ് മോഡിലോട്ടാണ് പോകുന്നത്. പക്ഷേ ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കിടന്നാലോ? അതായത് ഇനിയിപ്പോ വേറെ വർക്കൊന്നുമില്ല, ഇന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം എന്ന് വിചാരിച്ച് ബെഡൊക്കെ റെഡിയാക്കി കുടിക്കാൻ വെള്ളമൊക്കെ അടുത്ത് കൊണ്ട് വെച്ച് മൊബൈലിൽ അലാറം ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ സമാധാനമായിട്ട് കിടന്നാലും നമുക്ക് ഉറക്കം വരില്ല. നമ്മുടെ തലയിൽ മുഴുവൻ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള പ്ലാനിങ്ങുകളൊക്കെ ആയിരിക്കും നടന്നു പോവുക. നാളെ ഏത് ഡ്രസ്സ് ഇട്ടിട്ട് ഓഫീസിലോട്ട് പോകണം, നാളെ എന്തൊക്കെയാണ് മീറ്റിങ്ങുകൾ ഷെഡ്യൂൾ ആയിട്ടുള്ളത്, ഇനിയിപ്പോൾ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്നവരാണെങ്കിൽ നാളേക്ക് എന്താ ടീച്ചർ പഠിച്ചു വരാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സെമിനാർ പ്രസന്റ് ചെയ്യാൻ ഉണ്ടോ, എക്സാംസ് എന്തെങ്കിലും വരുന്നുണ്ടോ, തുടങ്ങി 100,000 കാര്യങ്ങളായിരിക്കും നമ്മുടെ തലച്ചോറിലൂടെ കടന്നു പോകുന്നുണ്ടാവുക. അതുകൊണ്ട് സാധാരണ നമുക്ക് അങ്ങനെ കിടന്നാൽ പോലും ഉറക്കം വരാറില്ല. ഇനിയിപ്പോ നേരെ മറിച്ച് നമ്മൾ ഒരു 2 റീല് കണ്ട് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചാലോ?
അത് മണിക്കൂറുകളോളം നീണ്ടു പോവുകയും ചെയ്യും. നമുക്ക് ഉറക്കം വരികയും ഇല്ല. ഇനിയിപ്പോ നേരെ മറിച്ച് കിടക്കുന്നതിന് മുൻപ് മൊബൈലിലോ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ച് ഫോൺ എടുത്താലോ, വാട്സപ്പിൽ എന്തെങ്കിലും ലിങ്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ടച്ച് ചെയ്ത് യൂട്യൂബായി, ഷോർട്സ് ആയി, ലോങ് വീഡിയോ ആയി, ഇൻസ്റ്റാഗ്രാം റീൽസ് ആയി, സ്റ്റോറീസ് ആയി, പിന്നെ 5 മിനിറ്റ് ഫോൺ നോക്കാന്ന് വിചാരിച്ച നേരത്ത് 3-4 മണിക്കൂറുകൾ കഴിഞ്ഞു പോയത് പോലും നമ്മൾ അറിയാറില്ല. ഈ സമയത്തിനിടയ്ക്ക് ഒരിക്കലും നമുക്ക് ഉറക്കവും വരില്ല. ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ എന്താ ഉറക്കം വരാത്തേന്ന് നമ്മൾ എല്ലാവർക്കും ഏറെക്കുറെ അറിയാം. ഈ മൊബൈലിലെ ബ്ലൂ ലൈറ്റ് ഒരു സ്ലീപ്പ് കില്ലറാണ്. നമ്മുടെ ബ്രെയിൻ എന്താ വിചാരിക്കണേന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ ആക്റ്റീവ് ആയിട്ട് ഇരിക്കേണ്ട സമയമാണ്, ഡേ ടൈം കഴിഞ്ഞിട്ടില്ല, റിലാക്സ് മോഡിലേക്ക് പോകാനായിട്ടില്ല എന്നൊക്കെയാണ് നമ്മുടെ ബ്രെയിന് ഈ സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബ്രെയിൻ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ഇരിക്കുകയും നമ്മളെ ഉറങ്ങാൻ വിടാതിരിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മൊബൈലിന്റെ യൂസേജ് മാത്രമാണോ ഉറക്കം വരാതിരിക്കാനുള്ള കാരണം? അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൊബൈൽ മാറ്റി വെച്ച് കിടക്കാന്ന് വിചാരിച്ചാലും ഓവർ തിങ്കിങ് നമ്മളെ ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് മാറ്റി നിർത്തും. അതായത് നാളത്തെ കുറിച്ചുള്ള ടെൻഷൻസോ എന്തെങ്കിലും ഫ്യൂച്ചറിനെ പറ്റിയുള്ള ആവലാതികളോ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളോ ഒരു പക്ഷെ നമ്മൾ റിലാക്സ് ആയിട്ട് കിടക്കുമ്പോഴായിരിക്കും നമ്മുടെ മൈൻഡിലോട്ട് വരിക. ഇതും ഒരു പക്ഷേ നമ്മുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നതിന് ഒരു കാരണമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ മൊബൈൽ യൂസേജും ഓവർ തിങ്കിങ്ങുമാണ് നമ്മൾ ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ നമ്മളെ ഉറങ്ങാനായിട്ട് അനുവദിക്കാത്തത്. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ഓഫീസിൽ മീറ്റിംഗിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉറക്കം വരാൻ പാടില്ല. അപ്പൊ ആ സമയത്ത് ഉറക്കം വരാതിരിക്കാൻ, അതല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഉറക്കം വരേണ്ട സമയത്ത്, അതായത് ബെഡിൽ നമ്മൾ റിലാക്സ് ചെയ്ത് കിടക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ക്ലാസ്സിലിരുന്ന് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്, അല്ലെങ്കിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാണ്. ഈ സമയങ്ങളിൽ നമുക്ക് ഇടയ്ക്ക് കുറേശ്ശെ സിപ്പ് ചെയ്ത് വെള്ളം കുടിക്കാം. അതുപോലെ തന്നെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം നമ്മുടെ ബോഡി പാർട്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഉദാഹരണത്തിന് ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചർമാർ നമ്മളോട് പറയാറുണ്ട് ലെക്ചർ നോട്ട് എഴുതാനായിട്ട്. അതെന്തിനാ? നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോവാതിരിക്കാനാണ്. അത്തരത്തിലൊരു നോട്ട് പ്രിപ്പറേഷന്റെ ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ മീറ്റിംഗിലായാലും ക്ലാസ്സിലായാലും ഉറക്കം വരാതിരിക്കാൻ ഒരു പരിധി വരെ അത് നമ്മളെ സഹായിക്കും. ഇനി അതുപോലെ തന്നെ കണ്ണിന്റെ ഫോക്കസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരാതിരിക്കും. എല്ലാ നേരം ടീച്ചറെ നോക്കിയിരിക്കണമെന്നോ അല്ലെങ്കിൽ മീറ്റിംഗ് പ്രസന്റ് ചെയ്യുന്ന ആളെ നോക്കണമെന്നോ ഇല്ലല്ലോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഐ മൂവ്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കത്തിനെ തടയാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തു വിട്ടാലും നമുക്ക് ഉറക്കത്തിനെ തടയാൻ പറ്റും. ഇനി ബെഡിൽ കിടക്കുമ്പോൾ ഉറക്കം വരാൻ എന്ത് ചെയ്യണം? അതല്ലേ നിങ്ങളുടെ അടുത്ത ചോദ്യം. പറഞ്ഞു തരാം. കിടക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുൻപെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ എല്ലാം തന്നെ നമ്മുടെ അടുത്തു നിന്ന് മാറ്റുന്നതാണ് ഏറ്റവും നല്ല ഒരു മാർഗം. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ലൈറ്റ് മാക്സിമം ഡിം ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യേണ്ടത് എപ്പോഴും ഒരു റുട്ടീൻ കീപ്പ് ചെയ്യുക. ഡെയിലി കിടക്കുന്ന സമയത്തിനും എഴുന്നേൽക്കുന്ന സമയത്തിനും ഒരു കൃത്യത പാലിക്കാൻ സാധിച്ചാൽ ഒരു പരിധി വരെ സ്ലീപ്പിംഗ് പാറ്റേൺ നന്നാക്കി കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു സിമ്പിൾ ടെക്നിക്കാണ് ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ ടെക്നിക്ക്. അതായത് ഒരു 4 പ്രാവശ്യമെങ്കിലും ശ്വാസം ഉള്ളിലേക്ക് ഡീപ്പായിട്ട് എടുത്ത് പുറത്തേക്ക് വിടുന്നത് നല്ലൊരു ഉറക്കം വരാനുള്ള ഒരു എക്സസൈസ് ആണ്. ഇനി ഉറക്കം വരേണ്ട സമയത്ത് കൃത്യമായി ഉറക്കം വരാനും ഉറക്കം വേണ്ടാത്ത സമയത്ത് ഉറക്കം വരാതിരിക്കാനുമുള്ള വേറെ എന്തെങ്കിലും ടെക്നിക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ താഴെ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തണം. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.